വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പിള്ളേർക്ക് അരഞ്ഞാണം ഉണ്ടോ? അച്ഛൻ നെറ്റിപ്പിലെന്താ പൊട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം സ്വാഗതം. മുടി ശരിയാക്കിയില്ലായിരുന്നു, ആദ്യം കൂടെ മുടി ശരിയാക്കാട്ടോ. അപ്പോൾ 2-3-4 ദിവസമായി ഞങ്ങൾ വിശേഷങ്ങളുമായിട്ട് വന്നിട്ട്. അല്ലാത്ത കുറച്ച് വീഡിയോ ഒക്കെ ഞങ്ങൾ പിന്നെ എന്താ പറയുക, വീഡിയോ ഇടണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കാട്ടി ഓരോ വീഡിയോ, കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടു. അപ്പം കുറേ കൂട്ടുകാർ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചോദ്യങ്ങൾക്കുള്ള ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയും. വീഡിയോയിലെ ഓരോ വിശേഷത്തിൻ്റെ കൂടെ ഓരോരുത്തർ ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ മറുപടി പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വലിയ കാണാം. പിന്നെന്താ, നാളെ ഗാന്ധി ജയന്തിയാണ്. ഇന്ന് ഗാന്ധി ജയന്തി ആശംസകൾ എല്ലാവർക്കും. നാളേക്കുള്ള വീഡിയോ ആണിതല്ലോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ ജോലി സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കുടുവിന് വീണ്ടും പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 2 ദിവസമായിട്ട് നല്ല പനി പനിച്ചു കേട്ടോ. അവൻ നോക്കുമ്പം വീണ്ടും തക്കാളിപ്പനിയാണ് വന്നത് കേട്ടോ. പിന്നെ അംഗനവാടി വിടാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നേരെ അവനെയും കൂട്ടി കടയിലോട്ട് പോകുന്നു കേട്ടോ. ജോലി നമുക്ക് ലീവ് എടുക്കാൻ ഇവിടെ വേറെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലീവും എടുത്തില്ല. പിന്നെ മക്കളെ കൊണ്ടുവന്നാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥാപനം ആയതുകൊണ്ടാണ് ആശ്വാസത്തോടു കൂടി വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു, ഇപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആണല്ലോ, അപ്പോൾ എന്താണ് നമുക്കൊന്ന് പരിസരമൊക്കെ വൃത്തിയാക്കാമെന്നും പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. ആ സമയത്തൊക്കെ കൂടി ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെറുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും പെറുക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പിടിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുടുവിന് ശേഷം കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെ കുടുവിനെ ഉറക്കി കേട്ടോ. കുടു ഇവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ആദ്യക്കുട്ടനെ മോനൂസ് സ്കൂളിൽ വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പം ആദ്യക്കുട്ടൻ പറഞ്ഞു, അമ്മയെ ചായ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കടയിൽ വന്നാൽ പിന്നെ എന്തായാലും ഒരു ചായ കുടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യക്കുട്ടൻ ചായക്ക് കടി വാങ്ങാനൊക്കെ ആദ്യക്കുട്ടനാണ് കേട്ടോ പോയത്. ഇതാ ഉറങ്ങുകയാണ് കടയിൽ. വിരിയൊക്കെ വിരിച്ച് അതിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും സമാധാനത്തോടു കൂടി ഞാൻ ഇതുവരെ എവിടെയും ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. എന്താ പറയുക, മോനൂസിന് വലിയ മോന് 2.5 വയസ്സുള്ളപ്പോൾ 3 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, അവനെ LKG വിട്ടിട്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ എന്തോ ഒരു ടെൻഷൻ അടിച്ചാൽ, കാരണം അവനെ വിടുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ടേ നമ്മൾ ഓടി പരക്കം പാഞ്ഞ് എത്തണം കേട്ടോ. ഇതിപ്പോൾ മക്കളെ കാര്യത്തിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടാത്തൊരു ജോലി. എന്താ പറയുക, ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. പഠിച്ചതും ആഗ്രഹിച്ചതൊന്നും അല്ലെങ്കിൽ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുടുവിന് മിഠായി വേണമെന്ന് പറഞ്ഞ് കുടു പോയി മിഠായി വാങ്ങി. ആദ്യക്കുട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അപ്പം അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ജോലി സ്ഥലത്ത് നിന്ന് തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടു വന്നപടി മുട്ടക്കൊതിയനാണേ. മുട്ടാന്ന് പറഞ്ഞാൽ കുടു ചാവും. കുടു ആ മുട്ട കണ്ടപാട് കുടുവിൻ്റെ ഒരു അതിങ്ങ് എടുത്തപാട് കയ്യിൽ നിന്ന് പോയി മൊത്തത്തോടെ നിലത്ത് വീണു കേട്ടോ. കുറേ എണ്ണം പൊട്ടാത്തത് മാറ്റി വെച്ചു, ബാക്കി എല്ലാം ഒരുമിച്ച് അങ്ങ് പൊരിച്ചു കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മൂപ്പര് ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നന്നാക്കി കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏട്ടായി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ആക്കൊക്കെ അടിച്ച് എനിക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം തിണ്ണ മാത്രം അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് വേഗം വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം കുടുവിന് വായിലിങ്ങനെ തക്കാളിപ്പനി ആയതുകൊണ്ട് വായിൽ പുണ്ണുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈര് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. കുടു ചെമ്മീൻ കറി കുഞ്ഞരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ദോശയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ദോശ മതി എന്ന് പറഞ്ഞാൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ഓരോ പണിക്ക് പോകും. അപ്പം ഒരു ദോശ കരിഞ്ഞു പോയിട്ട്, അപ്പം എന്നോട് പറഞ്ഞു കരിഞ്ഞ ദോശ നിനക്കുള്ളതെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ.
അപ്പോൾ ആ കരിഞ്ഞ ദോശ എനിക്കുള്ളതാണ്. കരിഞ്ഞ ദോശ ഞാനാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും കുളിക്കൊന്നും ചെയ്യാതെ തന്നെയാണ് കേട്ടോ, മേല് പോലും കഴുകിയില്ല. ജോലി കഴിഞ്ഞ് വന്ന അതേപോലെ തന്നെയാണ് കേട്ടോ, കൈയും മുഖം ഒന്ന് കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പണികൾ പിന്നെയും ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ചെയ്യാണ്ട്. അപ്പം നോക്കുമ്പോൾ ഇത് ആദ്യക്കൂട്ടനും പനിക്കുന്ന ഒരുപോലെ ഉണ്ട്, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് പാരസെറ്റമോളൊക്കെ കൊടുത്ത് ദോശയൊക്കെ എല്ലാവരും തിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ, പാത്രം കഴുകാനും അടിക്കാനും തുടയ്ക്കാനും. അപ്പോൾ പറയാണ് നമ്മൾ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലോ, അച്ഛന് വ്യത്യാസമുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എഗ്രിമെൻറ്റ് വെക്കാനുള്ള, അതായത് പെർമിറ്റ് കിട്ടിയിട്ടില്ല, ആ ഒരു പേപ്പറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റിന് NOC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് വെക്കാം. അപ്പോൾ അത് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് അവധിയാണ്. അപ്പം നാളെ പഞ്ചായത്തിൽ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പം നാളെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല, വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കണം. അപ്പോൾ പൊളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് വാടക വീടും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ വലിയൊരു ഭാരം വരാത്ത രീതിയിൽ, വലിയൊരു വാടക കൊടുക്കാത്ത രീതിയിലുള്ളൊരു ചെറിയ വാടക വീട് നോക്കണമെന്നുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം ഒരു വീട് നോക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടയെ പണിയുള്ളത് കൊണ്ട് എത്താൻ കഴിയുമോ അറിയില്ല. എത്തിയാൽ നമുക്ക് പോയി നോക്കാം, ഇല്ലെങ്കിൽ മോനുസിനെയും കൂട്ടി ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കിയേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റിയാൽ ഇന്ന് വൈകുന്നേരം ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വീടിൻ്റെ കാര്യത്തിൽ ചോദിച്ചവരോട് പറയാനുള്ളത്. പിന്നെ അരഞ്ഞാണത്തിൻ്റെ കാര്യം ചോദിച്ചത് ലാസ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എല്ലാവരും ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഒരുപാട് നന്ദി പറയാണ് എല്ലാവരോടും. പിന്നെന്താ, അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകലും അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമാധാനം, അതുകൊണ്ടാണ് ഞാൻ മേലെ എഴുതാതിരുന്നത് കേട്ടോ. ഈ പണികളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചതൊക്കെ ദഹിച്ചോളൂ ആ സമയമാകുമ്പോഴത്തേക്കും. പിന്നെ ഈ തുണി എന്തെങ്കിലും ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പഴയ തുണികൾ, നൈറ്റി, ഷർട്ട്, കീറിപ്പോയ ഷർട്ട്, അതുപോലുള്ള തുണികളൊക്കെ തന്നെയാണ് ചവിട്ടി തുടയ്ക്കാൻ എടുക്കാറ്. കാരണം അത് ചവിട്ടി പിന്നെ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും വാങ്ങാൻ കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ ഒരുപാട് ചവിട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് ഓർത്തിട്ട് മുന്നിലും ബാക്കിലും ചവിട്ടിയുണ്ട്. എന്നാലും ആ ചവിട്ടി ചെറുതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനൊരു നൈറ്റി കീറിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു തുണി ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രി ഒരു 9:30 ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ 9:30 ഒക്കെ കഴിഞ്ഞു. അപ്പം ഈ പണികളെല്ലാം ഉള്ളത് കൊണ്ടാണ് മേലൊന്നും കഴുകാതെ ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പം 8 മണിക്ക് മുമ്പ് ദോശ കഴിച്ചിട്ട് ഇപ്പം പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 1.5 2 മണിക്കൂറായി. അപ്പോഴത്തേക്കും ദഹിച്ചു ഞാൻ കഴിച്ചതൊക്കെ കേട്ടോ. അപ്പം ആദ്യം ഇടിക്കില്ല കേട്ടോ, ആദ്യം കുറച്ചധികമായി കേട്ടോ നമ്മളോട് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പിള്ളേർക്ക് അരഞ്ഞാണം ഉണ്ടോ മാഡം പ്ലീസ് എന്നൊക്കെയാണ് പറയണത്. വീഡിയോ ഇടും, അരഞ്ഞാണം ഇടുന്ന വീഡിയോ ഇടുന്നോ അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം അരഞ്ഞാണം എന്ന് പറയുമ്പോൾ അതാ കുടുവിന് അരഞ്ഞാണം ഉണ്ട് കേട്ടോ. കൊടു കാണിച്ചിട്ട് അരഞ്ഞാണം താത്തരുത്, നിക്കറ് താത്തരുത് കേട്ടോ. അതാ ഇത് അരഞ്ഞാണം, കുടുവിൻ്റെ അരഞ്ഞാണം ചരടും ഇതാട്ടോ. അരഞ്ഞാണം ഉണ്ട്, ചരടും ഉണ്ട് കേട്ടോ. പിന്നെ അരഞ്ഞാണം കാണിക്കാൻ അവന് നാണക്കേടായി. പിന്നെ ആദ്യകൂട്ടനില്ല, ആദ്യകൂട്ടൻ്റെ അരഞ്ഞാണം ഉണ്ടായിരുന്നു, അരഞ്ഞാണം ഉണ്ടായിരുന്നു. അവനത് ഇടാൻ മടിയായിട്ട് ഇടൂലെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ ഊരി അത് കൊടുത്തിട്ട് ഇതാക്കി. കുടുവിന് ഉള്ള അരഞ്ഞാണം അല്ല, കുടുവിന് അരഞ്ഞാണം അമ്മമ്മ തന്നാന്ന് തോന്നുന്നുണ്ട്. അമ്മമ്മ തന്ന അരഞ്ഞാണം ആ കുടുവിൻ്റെ. ഇവൻ്റെ അരഞ്ഞാണം കൊടുത്തതെന്നാണ് ഓർമ്മ. അത് വിറ്റു അവൻ്റെ അരഞ്ഞാണം വിറ്റു. ഇവന് അരഞ്ഞാണം വേണമെന്നാണ്. ഇവന് അരഞ്ഞാണം ഇല്ല കേട്ടോ. ആ വലിയ മോന് അവനും ഇല്ല കേട്ടോ. അവൻ അരഞ്ഞാണം ഇടാൻ തീരെ മടിയാണ്. എന്നിട്ട് നീ എന്താ ഊരിക്കളഞ്ഞേ? അത് വിറ്റല്ല, നിന്റെ അരഞ്ഞാണം വിറ്റതല്ല. നിന്റെ അരഞ്ഞാണം നീ ഊരിക്കളഞ്ഞല്ല. മിണ്ടാണ്ട് കട. അപ്പൊ ഉണ്ടല്ലോ അവനറിഞ്ഞാണോ വലിയ മോന്, നീ ഇവനെ അറിഞ്ഞാണോ ഇനി അറിയണം വേണോ എന്താണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇവർക്ക് അരഞ്ഞാണം ഇല്ല, ഇവന് അരഞ്ഞാണം ഉണ്ട്, കുടുവിന് അരഞ്ഞാണം ഉണ്ട് കേട്ടോ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ അരഞ്ഞാണത്തിൻ്റെ കാര്യം ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറയണത്.
എന്തെങ്കിലും ചിലപ്പം അങ്ങനെ ഇടുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയണത്, ചോദിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇതാണ് ഈ കുറേ ഈ വീഡിയോ തന്നെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ചോദിച്ച കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എല്ലാവരോടും താങ്ക് യു പറഞ്ഞു കുടു. ആദ്യം താങ്ക് യു പറഞ്ഞടാ. താങ്ക് യു, വെൽക്കം, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ശിവരാത്രി. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് അടി നടന്നു കേട്ടോ. അടി നടന്നിട്ട് കുടു അത് പറയാൻ പോയതാണ്. അപ്പം ശരി, ഓക്കെ, ബൈ ബൈ.